നമസ്കാരം. കേരള PSC പരീക്ഷകളിൽ നദികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി വരുന്ന ഒന്നാണല്ലേ? അപ്പോൾ ഇന്ന് നമ്മള് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നദികളായ ഭാരതപ്പുഴയെയും പമ്പയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒരുമിച്ച് പഠിക്കാൻ പോവാണ്. ഇത് കഴിയുമ്പോഴേക്കും ഈ വിഷയത്തിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് വളരെ ഈസിയായി ഉത്തരം നൽകാൻ കഴിയും. ഭാരതപ്പുഴയും പമ്പയും ഇവ രണ്ടും വെറും പുഴകളല്ല. കേരളത്തിന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും ഒരുമിച്ച് ചേർക്കുന്ന നമ്മുടെ ജീവനാഡികളാണ്. അപ്പോ നമുക്ക് ഈ നദികളുടെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി, നമുക്ക് തുടങ്ങാം. ഈ മാപ്പുകളിലേക്കൊന്ന് നോക്കൂ. രണ്ട് നദികളുടെയും ഒഴുക്ക് വളരെ വ്യക്തമായി കാണാം. ഇടതുവശത്ത് കാണുന്നത് ഭാരതപ്പുഴയാണ്. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പൊന്നാനി വഴി അറബിക്കടലിലേക്ക് ഒഴുകുന്നു. ഇനി വലതുവശത്ത് നോക്കിയാലോ, അത് പമ്പയാണ്. ഇടുക്കിയിലെ പുളിച്ചുമലയിൽ നിന്ന് തുടങ്ങി വേമ്പനാട്ട് കായലിൽ അവസാനിക്കുന്നു. ഇനി നമുക്ക് ഓരോ നദിയെയും എടുത്ത് വിശദമായിട്ട് തന്നെ പഠിക്കാം. നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഭാരതപ്പുഴയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും സ്നേഹത്തോടെ നിള എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം പുഴ. നിള എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സാഹിത്യ ഓർമ്മകളും മനസ്സിലേക്ക് വരുമല്ലേ? പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ചില പോയിന്റ്സാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഭാരതപ്പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ്. ഇതിന്റെ നീളം 209 കിലോമീറ്ററാണ്. അതായത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. പക്ഷെ ഇവിടെ ഒരു ട്രിക്കി പോയിന്റുണ്ട്. നീളത്തിൽ രണ്ടാമതാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ നദീതടം ഭാരതപ്പുഴയുടേതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒടുവിൽ ഈ പുഴ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. മാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഈ ഭാഗം വളരെ പ്രധാനമാണ്. ഭാരതപ്പുഴ കടന്നുപോകുന്ന 3 ജില്ലകൾ ഏതൊക്കെയാണത്? പാലക്കാട്, തൃശൂർ, പിന്നെ മലപ്പുറം. ഈ 3 പേരുകളും കൃത്യമായി ഓർത്തുവെക്കുക. അപ്പൊ ഭാരതപ്പുഴയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പമ്പാ നദിയിലേക്ക് വരാം. പുണ്യനദി എന്നറിയപ്പെടുന്ന പമ്പയ്ക്ക് ദക്ഷിണ ഭഗീരഥി എന്നൊരു പേരുകൂടിയുണ്ട്. ഈ പേര് തന്നെ പമ്പയുടെ മതപരമായ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇനി പമ്പയുടെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ഇടുക്കി ജില്ലയിലെ പുളിച്ചുമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. 176 കിലോമീറ്റർ നീളവുമായി കേരളത്തിലെ 3ാമത്തെ വലിയ നദിയാണ് പമ്പ. പമ്പരുടെ ദാനം എന്നറിയപ്പെടുന്ന കുട്ടനാടിന് ആ പേര് വരാൻ കാരണം തന്നെ ഈ നദിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, പമ്പ ചെന്നുചേരുന്നത് വേമ്പനാട്ടു കായലിലാണ്, അറബിക്കടലിലല്ല. ഭാരതപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ പമ്പ ഒഴുകിപ്പോകുന്ന ജില്ലകളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ആ ജില്ലകൾ? ഇടുക്കി, പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ. ഈ 3 ജില്ലകളും കൃത്യമായി പഠിച്ചുവെക്കണം. ഇനി നമ്മൾ വരുന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഏരിയയിലേക്കാണ്. ഈ 2 പ്രധാന നദികളെയും പോഷിപ്പിക്കുന്ന, അവയിലേക്ക് ഒഴുകിയെത്തുന്ന പോഷക നദികളെക്കുറിച്ച്. PSC പരീക്ഷകളിൽ ഇത് ചോദിക്കാത്തൊരു ചോദ്യപേപ്പർ പോലും കാണില്ല. ഭാരതപ്പുഴയുടെ പോഷക നദികളിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില പ്രധാന പോയിന്റ്സ് നോക്കാം. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയോട് ചേരുന്നത് തൃശൂർ ജില്ലയിലെ മായന്നൂരിൽ വെച്ചാണ്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന കണ്ണാടിപ്പുഴ പരളിയിൽ വെച്ചും ചേരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ചോദ്യം വരുന്നത് തൂതപ്പുഴയെക്കുറിച്ചാണ്. സൈലന്റ് വാലിയിൽ നിന്ന് വരുന്ന ഈ പുഴയെയാണ് OV വിജയൻ തന്റെ പ്രശസ്തമായ നോവലുകളിലൂടെ അമരമാക്കിയത്. ഇത് നിർബന്ധമായും ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് പമ്പയുടെ പ്രധാന പോഷക നദികളിലേക്ക് വരാം. അച്ചൻകോവിലാർ, മണിമലയാർ, കക്കിയാർ, അഴുതയാർ, പിന്നെ കക്കാട്ടാർ എന്നിവയാണവ. ഇതിൽ അച്ചൻകോവിലാറിന്റെ തീരത്തുള്ള കോന്നി, പന്തളം തുടങ്ങിയ പട്ടണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കക്കിയാറാണ്. ഈ പേരുകൾ മനസ്സിൽ നന്നായി ഉറപ്പിക്കുക. അടുത്തത്, ഈ നദികളിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മത്സര പരീക്ഷകളിലെ ഒരു സ്ഥിരം ചോദ്യമേഖലയാണിത്. ഈ താരതമ്യം നന്നായി ശ്രദ്ധിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ ഡാം ഭാരതപ്പുഴയുടെ പോഷക നദിയിലാണ്. ഇനി പമ്പയുടെ സൈഡിലേക്ക് നോക്കിയാലോ? അവിടെയുണ്ട് 2 സ്റ്റാർ ക്വസ്റ്റ്യൻസ്. കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരിയും കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ മണിയാറും പമ്പയിലാണ്. ഈ ഏറ്റവും വലുത്, ആദ്യത്തേത് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പാണ്. ഈ നദികൾ ജലം മാത്രമല്ല ഒഴുക്കിക്കൊണ്ടുപോകുന്നത്, കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തെ കൂടിയാണ്. ആ കഥകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണോടിക്കാം. ഭാരതപ്പുഴയുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സാഹിത്യകാരനെ വിശേഷിപ്പിക്കുന്ന വാക്കാണിത്. ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ?
അതെ, അത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ജ്ഞാനപീഠം ജേതാവായ MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഈ ബന്ധം പരീക്ഷകൾക്ക് മാത്രമല്ല, എപ്പോഴും ഓർത്തുവെക്കേണ്ട ഒന്നാണ്. ഭാരതപ്പുഴയുടെ തീരങ്ങൾ കേരള ചരിത്രത്തിലെ എത്രയോ നിർണായക സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന മാമാങ്കം നടന്നത് ഇവിടെയാണ്. പിന്നീട് 1921 KPCCയുടെ ആദ്യ സമ്മേളനം ഒറ്റപ്പാലത്ത് നടന്നതും ഈ നദിയുടെ തീരത്താണ്. ഗാന്ധിജി, നെഹ്റു, ശാസ്ത്രിജി തുടങ്ങിയ മഹാരഥന്മാരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത പുണ്യഭൂമിയാണ് തിരുനാവായ. കേരള കലാമണ്ഡലം പോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും ഈ നദിയുടെ തീരത്താണ്. ഇനി പമ്പയുടെ കാര്യമെടുത്താലോ? അതിന്റെ തീരങ്ങൾ എപ്പോഴും ഉത്സവങ്ങളാലും വിശ്വാസങ്ങളാലും സജീവമാണ്. ജലത്തിലെ പൂരമെന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പയിലാണ്. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രവും എടത്വപ്പള്ളിയും ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനമായ മാറാമൺ കൺവെൻഷൻ നടക്കുന്നതും ഇവിടെയാണ്. അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി ഇതെല്ലാം കൂടി വേഗത്തിൽ ഒന്നുകൂടി ഓർത്തെടുക്കാനുള്ള സമയമാണ്. ഇതാണ് ഈ മുഴുവൻ പഠനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പരീക്ഷയ്ക്കു മുൻപ് നോക്കാനുള്ള ഒരു പെട്ടെന്നുള്ള റിവിഷൻ ചാർട്ട്. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൈഡ്. ഭാരതപ്പുഴയും പമ്പയും തമ്മിലുള്ള എല്ലാ പ്രധാന വ്യത്യാസങ്ങളും ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്ഥാനം, ഉത്ഭവം, നീളം, അപരനാമങ്ങൾ, കടന്നുപോകുന്ന ജില്ലകൾ, പ്രധാന കേന്ദ്രങ്ങൾ, പ്രധാന സംഭവങ്ങൾ എല്ലാം പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് വേഗത്തിൽ ഓർത്തെടുക്കാൻ ഈ ഒരു ടേബിള് മാത്രം മതി. വേണമെങ്കിൽ ഈ സ്ലൈഡിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടും. അപ്പോ ഈ നദികളെന്ന് പറയുന്നത് പരീക്ഷയിലെ മാർക്കിനുള്ള കുറച്ച് വസ്തുതകൾ മാത്രമല്ല. അവ കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ജീവനുമാണ്.